വിശ്വസിച്ചുകൊണ്ട് ദൈവിക പദ്ധതിക്ക് സ്വയം പാത്രമായി തീർന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു സുപ്രധാന ഭാഗം ഇതാ നിങ്ങൾക്ക് മുൻപിൽ. മംഗളവാർത്ത. അമ്മേ, പഴയ നിയമ ചരിത്രത്തിൽ ദൈവിക വെളിപ്പാടിനെതിരെ പ്രവർത്തിച്ച ഹവ്വയിൽ നിന്ന് വ്യത്യസ്തമായി ദൈവികഹിതത്തിന്റെ മുൻപിൽ തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചവളായിരുന്നു മറിയം എന്ന് പറയുന്നതിന് കാരണം എന്താണമ്മേ? പാപം വഴി പറുദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദ്യ മാതാക്കന്മാരുടെ ദൈവം ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തിരുന്നു. ആ രക്ഷകൻ അവിടുത്തെ പ്രിയപുത്രൻ തന്നെയായിരുന്നു. ദൈവം തന്റെ വാഗ്ദാനം പൂർത്തിയാക്കാനായി മറിയത്തെ തിരഞ്ഞെടുത്തു. അവൾ ദൈവഭക്തിയും ദൈവാനുഗ്രഹവും നിറഞ്ഞവളായിരുന്നു. ദൈവം തന്റെ ഹിതം മറിയത്തെ അറിയിക്കുന്നതിനായി ഗബ്രീൽ മാലാഖയെ അവളുടെ പക്കലേക്ക് അയച്ചു. മാലാഖ അവളുടെ അടുത്ത് വന്നു പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സൃഷ്ടി, കർത്താവ് നിന്നോട് കൂടെ. ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാതെ മറിയം അസ്വസ്ഥയായി. മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവനെ യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദേവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഈശോയുടെ രക്ഷാകര കർമ്മത്തിൽ മറിയത്തിന്റെ സുപ്രധാന പങ്കാളിത്തം എന്താണെന്ന് നമുക്കറിയാം. മറിയം തന്റെ ജീവിതകാലം മുഴുവനും തിരുക്കുമാരനായ യേശു മരിക്കുന്ന അവസാന പരീക്ഷണ ഘട്ടത്തിലും മറിയം തന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് സഭാ തനയരായി നമുക്ക് ഒരു ഉത്തമ മാതൃക നൽകി. ഈ മാതൃക നമുക്കും പിന്തുടരാം.